ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി ആയാലോ? കുറച്ച് ദിവസം കൊണ്ട് ഇഞ്ചിക്കറി കൂട്ടണമെന്നുണ്ടായിരുന്നില്ല. ഇഞ്ചിയുടെ വില കേട്ട് ആഗ്രഹം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഓഫറിൽ കുറച്ച് ഇഞ്ചി കിട്ടിയപ്പോൾ പിന്നെ ഇന്ന് നേരെ ഇഞ്ചിക്കറി വെക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ചെറുതായി ചീകിയെടുത്ത് അതിൻ്റെ നീരുമൊക്കെ മാറ്റി വെച്ച് അപ്പോഴത്തേക്ക് അമ്മ ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി അതിലേക്ക് ആവശ്യമായ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് കായവും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് മൂപ്പിക്കാനായിട്ട് വെച്ച് അങ്ങനെ ഇഞ്ചിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാൻ തുടങ്ങി. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നൊരു നുള്ളു ജീരകവും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് അമ്മ അതിൻ്റെ പച്ചമുളകൊക്കെ മാറാനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച ഇഞ്ചി നീരും ചേർത്ത് വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുളിവെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അത് തിളപ്പിക്കാനായിട്ട് വെച്ച് 100 കറികൾക്ക് തുല്യമായിട്ടാണല്ലോ ഇഞ്ചിക്കറിയെ കണക്കാക്കുന്നത്. അങ്ങനെ ഇഞ്ചിക്കറി വറ്റി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.